നമ്മളെ ഹോൾ അടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ, സ്റ്റെപ്പിൽ ഹോൾ അടിച്ചോണ്ടിരിക്കുകയാണ്. താഴ്ന്നത മൊത്തം ഹോൾ അടിച്ച് വരുന്നുണ്ട്. നമ്മളിത് മാർക്ക് ചെയ്തിട്ടാണ് വരുന്നത് കേട്ടോ, ഓരോന്ന് മാർക്ക് ചെയ്ത് വരുന്നുണ്ട്. ഹോൾ അടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഡേഞ്ചർ പരിപാടിയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കലവ ഈ ടൈലിൽ തരുന്ന അടിയിൽ പേസ്റ്റ് നേരെ ടൈലിൽ പിടിച്ചിട്ടില്ലെങ്കിൽ എങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ സാധനം വൈദ്യുതി അടിക്കാൻ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പൊട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾക്ക് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല് അതേപോലെ പുതിയ കോർബിറ്റ് അടിക്കുമ്പോ ഇതിങ്ങനെ ഓടിക്കളിക്കാൻ തുടങ്ങും. അതായത് ഇവിടുന്ന് നമ്മൾ ഈ ഫസ്റ്റ് പിടുത്തം കിട്ടാൻ കുറച്ചൊരു പ്രയാസമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ ബിറ്റ് നമ്മൾ എടുത്തിട്ടുള്ളത് 3/4 ഇഞ്ചിന്റെ പഴയ ബിറ്റാണ്. കഴിഞ്ഞ സൈസിൽ യൂസ് ചെയ്തിട്ടുള്ള പഴയ ബിറ്റാണ്, ഒരുപാട് യൂസ് ചെയ്തിട്ടുള്ള ബിറ്റാണ്. ആ ബിറ്റ് വെച്ചിട്ടാണ് നമ്മളെല്ലാം എല്ലാം മാർക്ക് ചെയ്ത് വരുന്നുണ്ട്. താഴത്തുനിന്ന് പുതിയ ബിറ്റ് കൊണ്ട് തുളച്ചിട്ടും വരുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പഴയ ബിറ്റ് ആകുമ്പോൾ ആ ഓടിക്കളിക്കലും കാര്യങ്ങളൊക്കെ കമ്മിയായി കിട്ടും. കറക്റ്റ് നമ്മൾ വയ്ക്കുന്ന പോയിന്റിൽ ഇത് മാർക്കിംഗ് ആണ്. ആ മാർക്കിങ്ങിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് പൈസ വെക്കാം. ഇതാണോ ഇതിന്റെ ഈ ഓടിക്കളിക്കൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങനൊക്കെ ഇതിന്റെ 4 പുറത്തേക്കുള്ള ഈ നീങ്ങനൊക്കെ കമ്മിയായി കിട്ടും. കറക്റ്റായി നമുക്ക് മാർക്കിങ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ മാർക്ക് ചെയ്ത് വരുന്നുണ്ട്. താഴത്തെ വിടുന്നതാ ഫുള്ള് തുളച്ചിട്ട് വരുന്നുണ്ട്. വീട്ടുകാർക്ക് ഏറ്റവും ടെൻഷനുള്ള പരിപാടിയാണ്. അത് നമ്മുടെ ക്ലയൻസിന് തന്നെ ടൈല് പൊട്ടുമല്ലേ എന്നുള്ളത്. തുള കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ടെൻഷൻ ഉള്ളതായി ഉള്ളതായിരിക്കും കേട്ടോ. സ്ഥിരമായിട്ട് ചെയ്യുന്ന ടീമുകളൊക്കെ ചെയ്യല് നമ്മൾ ഇങ്ങനെയാണ് ചെയ്യല്. അപ്പൊ ഇത് തുടക്കത്തിൽ ചെയ്യുന്ന ടീമുകൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് തുള അടിക്കാനുള്ള സിമ്പിൾ ടെക്നിക്ക് അത്രയാണ്. ആ രീതിക്കാണ് നമ്മൾ പറഞ്ഞിട്ടാ. ഇനിയിപ്പോ അതിന് പൊങ്കാല കൊണ്ടാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ.